ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. സോ എ ഡി സി എന്താണ് ചെയ്യുന്നത്? ഇറ്റ് വിൽ കൺവേർട്ട്സ് അനലോഗ് സിഗ്നൽ ടു ഡിജിറ്റൽ സിഗ്നൽ അല്ലേ. ആ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ബൈനറി കോഡായിരിക്കും, വിച്ച് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 0 and 1. ആൻഡ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ ഡി സി ആണ് കാണിച്ചേക്കുന്നത്. ഇൻപുട്ട് എന്താണ്? അനലോഗ് ആണ്. അതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഡിജിറ്റലായിട്ട് തരും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സിംഗിൾ അനലോഗ് ഇൻപുട്ട് ആയിരിക്കും, പക്ഷേ നമുക്ക് കിട്ടുന്നത് മെനി ഡിജിറ്റൽ ഔട്ട്പുട്ട്സ് ആയിരിക്കും. ഇപ്പോൾ സിംഗിൾ അനലോഗ് ഇൻപുട്ടും മെനി ഡിജിറ്റൽ ഔട്ട്പുട്ട്സും ആയിരിക്കും നമുക്ക് എ ഡി സിയിൽ കിട്ടുന്നത്. ഡി എ സിയിൽ എന്തായിരുന്നു? നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലേ. നമുക്ക് ടൈപ്പുകൾ നോക്കാം. മെയിനായിട്ട് എ ഡി സിനെ 2 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: ഡയറക്റ്റ് ടൈപ്പ് എ ഡി സിയും ഇൻഡയറക്റ്റ് ടൈപ്പ് എ ഡി സിയും. ഡയറക്റ്റ് ടൈപ്പ് എ ഡി സി എന്ന് പറയുന്നത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ നടക്കുന്നത് ഡയറക്റ്റ് ആയിട്ടായിരിക്കും. അതായത് നമുക്ക് ഇൻറ്റേർണലി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഡിജിറ്റൽ കോഡിനെ. അങ്ങനെ തന്നെ നമ്മൾ കൺവേർഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡയറക്റ്റ് ടൈപ്പ് എ ഡി സി എന്നാണ് വിളിക്കുന്നത്. ആൻഡ് 3 ടൈപ്പുകളാണ് ഡയറക്റ്റ് ടൈപ്പ് എ ഡി സിയിലുള്ളത്: കൗണ്ടർ ടൈപ്പ് എ ഡി സി, സക്സസീവ് അപ്രോക്സിമേഷൻ എ ഡി സി ആൻഡ് ഫ്ലാഷ് ടൈപ്പ് എ ഡി സി. നിങ്ങളുടെ സിലബസിൽ 2 ടൈപ്പ് എ ഡി സി മാത്രമേ പറയുന്നുള്ളൂ, സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ, സക്സസീവ് അപ്രോക്സിമേഷനും ഫ്ലാഷ് ടൈപ്പും. അപ്പോൾ നമുക്ക് ആ 2 മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ സക്സസീവ് അപ്രോക്സിമേഷൻ എ ഡി സി, അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബ്ലോക്ക് ഡയഗ്രാമാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് വിൽ പ്രൊഡ്യൂസസ് എ ഡിജിറ്റൽ ഔട്ട്പുട്ട് വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദി അനലോഗ് ഇൻപുട്ട് ബൈ യൂസിങ് ദി സക്സസീവ് അപ്രോക്സിമേഷൻ ടെക്നിക് ഇൻറ്റേർണലി. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ ബ്ലോക്ക് ഡയഗ്രാം മൊത്തം 5 പാരാമീറ്റേഴ്സുകളുണ്ട്. ഒരു കൺട്രോൾ ലോജിക് ഉണ്ട്, ക്ലോക്ക് സിഗ്നൽ ജനറേറ്റർ ഉണ്ട്, സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ ഉണ്ട്, ഡി എ സി ഉണ്ട്, കമ്പാരേറ്റർ ഉണ്ട്. സോ ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഈ കൺട്രോൾ ലോജിക്കിൽ നമ്മളൊരു സ്റ്റാർട്ട് കമാൻഡിങ് സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതാദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്ററിൽ നേരത്തെ ഉണ്ടായിരുന്ന ബിറ്റുകൾ അതിനെന്ത് ചെയ്യും? റീസെറ്റ് ചെയ്യും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ എനേബിൾസ് ദ ക്ലോക്ക് സിഗ്നൽ ജനറേറ്റർ. എന്തിനായിരിക്കും? ഫോർ സെൻഡിങ് ദി ക്ലോക്ക് പൾസസ് ടു ദി സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ. അപ്പോൾ SARൽ നേരത്തെ ഉണ്ടായിരുന്ന ബിറ്റുകളെ റീസെറ്റും ചെയ്യും, ക്ലോക്ക് സിഗ്നൽ ജനറേറ്ററിനെ എനേബിളും ചെയ്യും. ആര്? കൺട്രോൾ ലോജിക്ക്. ഇനി ഈ SARൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഡിജിറ്റലായിരിക്കും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഔട്ട്പുട്ട് ഓഫ് ദി SAR വിൽ ബി ഡിജിറ്റൽ. ആ ഡിജിറ്റൽ ഔട്ട്പുട്ടിനെ നമ്മൾ എന്തിലോട്ടാണ് കൊടുക്കുന്നത്? ഒരു ഡി എ സിയിലോട്ട് കൊടുക്കുകയാണ്. ഡി എ സി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ചാനലോ കൺവേർട്ടർ. അപ്പോൾ ആ ഡി എ സിയിലോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? വി എ എന്ന് പറയുന്നത് അനലോഗ് വോൾട്ടേജ് ആണ് അല്ലേ. അതാണ് വി എ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് SARൽ തന്നെ ഡിജിറ്റൽ ഔട്ട്പുട്ട് കിട്ടും. ആ ഡിജിറ്റൽ ഔട്ട്പുട്ടിനെ നമ്മൾ പിന്നെ ഒരു ഡി എ സി വെച്ചിട്ട് എന്തുമായിട്ട് കൺവേർട്ട് ചെയ്തു? അനലോഗ് ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്തു. ആ വി എ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇൻറ്റേർണലി നമുക്ക് കിട്ടുന്ന അനലോഗ് വോൾട്ടേജ് ആയിരിക്കും അല്ലേ. ഇനി അതിനെ ഒരു കമ്പാരറ്ററിൻ്റെ ഒരു ഇൻപുട്ട് ടെർമിനലോട്ട് കണക്ട് ചെയ്തേക്കാണ്. കമ്പാരറ്ററിൻ്റെ മറ്റേ ഇൻപുട്ട് ടെർമിനലിൽ നമ്മൾ വി എ കൊടുക്കുകയാണ്. വി എ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അനലോഗ് ഇൻപുട്ട് വോൾട്ടേജാണ്. അപ്പോൾ വി എ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇൻറ്റേർണലി കിട്ടുന്ന അനലോഗ് വോൾട്ടേജും വി എ എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ കൊടുക്കുന്ന അനലോഗ് വോൾട്ടേജുമാണ്. അപ്പോൾ ഈ കമ്പാരറ്റർ എന്താ ചെയ്യുന്നത്? കമ്പയർ ചെയ്യും അല്ലേ. സോ ഇറ്റ് വിൽ കമ്പയർ ദ 2 വാല്യൂസ് വി എ ആൻഡ് ഡി എ. ഈ കമ്പാരറ്റർ എപ്പോഴായിരിക്കും ഔട്ട്പുട്ട് 1 തരുന്നത്? whenever this VA is greater than VA, the output of the comparator will be 1, and when VA is less than VA, the output of the comparator will be 0. അപ്പോൾ എപ്പോഴൊക്കെ ഇത് കമ്പാരറ്ററിൻ്റെ ഔട്ട് 1 ആവുമോ ഈ പ്രോസസ്സ് എന്ത് ചെയ്യും? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും until we get a valid digital output. നമുക്ക് വാലിഡ് ഡിജിറ്റൽ ഔട്ട്പുട്ട് കിട്ടുന്നത് വരെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ആ വാലിഡ് ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദിസ് എക്സ്റ്റേണൽ അനലോഗ് ഇൻപുട്ട് വോൾട്ടേജ്. എപ്പോഴൊക്കെ നമ്മുടെ ഡിജിറ്റൽ ഔട്ട്പുട്ട് വി എക്ക് തുല്യമായിട്ട് കിട്ടുമോ അതുവരെ ഈ പ്രോസസ്സ് എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് എ ഡി സി വർക്ക് ചെയ്യുന്നത്. അതായത് ഒന്നുകൂടി പറയാം, നമ്മൾ ഫസ്റ്റ് കൺട്രോൾ ലോജിക്കിൽ സ്റ്റാർട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യാണ്.
ആ സിഗ്നൽ റിസീവ് ചെയ്യുമ്പോഴത്തേക്കും നേരത്തെ ഉണ്ടായിരുന്ന ബിറ്റുകളിനെയൊക്കെ റീസെറ്റ് ചെയ്യും, ക്ലോക്ക് സിഗ്നൽ ജനറേറ്ററിനൊക്കെ എനേബിൾ ചെയ്യും. SARൻ്റെ ഔട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് ഡിജിറ്റൽ ഔട്ട്പുട്ടാണ്. ഇൻറ്റേർണൽ തന്നെ നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ട് കിട്ടും. ആ ഡിജിറ്റൽ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യും ബൈ യൂസിങ് DAC. ആ അനലോഗ് വോൾട്ടേജാണ് VA. ഈ VAനെ നമ്മൾ എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് VA ആയിട്ട് കമ്പയർ ചെയ്യും. ഈ VA എപ്പോഴൊക്കെയാണോ whenever VA is greater than VA, the output of the comparator will be 1. And when it is less than VA, output എന്ന് പറയുന്നത് 0 ആയിരിക്കും. And this process will continues until we get a valid digital output. ഡിജിറ്റൽ ഔട്ട്പുട്ട് വാലിഡ് ആണെന്ന് എപ്പോഴാണ് പറയാൻ പറ്റുന്നത്? when the digital output value is approximately equal to the external analog input voltage VI. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് സക്സസീവ് അപ്രോക്സിമേഷൻ ADC വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ പേജിലുള്ളത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അടുത്തത് ഫ്ലാഷ് ടൈപ്പ് ADC. ഫ്ലാഷ് ടൈപ്പ് ADC എന്ന് പറയുന്നത് നമുക്ക് ഇക്വലൻ്റ് ഡിജിറ്റൽ ഔട്ട്പുട്ട് തന്നെയാണ് തരുന്നത് ഫോർ കറസ്പോണ്ടിങ് അനലോഗ് ഇൻപുട്ട് ഇറ്റ് നോ ടൈം. എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, ഡിജിറ്റൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഫ്ലാഷ് ടൈപ്പ് ADC എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് ADC ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാത്ത ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കാണ് കൺസിസ്റ്റിംഗ് ഓഫ് 8 റെസിസ്റ്റേഴ്സ്. 8 റെസിസ്റ്റേഴ്സ് ഉള്ളൊരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കാണ്. അതിൽ ഈ VR എന്ന് പറയുന്നത് നമ്മളൊരു റെഫറൻസ് വോൾട്ടേജാണ്. ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ദി ഇൻവേർട്ടിംഗ് ടെർമിനൽ. അതായത് നെഗറ്റീവ് ടെർമിനലിലോട്ട് നമ്മൾ VR എന്നൊരു റെഫറൻസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ VI എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അനലോഗ് ഇൻപുട്ട് വോൾട്ടേജാണ്. നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലോട്ടും കൊടുത്തു. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ്, ഒരു കമ്പാരറ്റർ ആണ് അല്ലേ. അപ്പോൾ ഈ കമ്പാരറ്റർ എന്ത് ചെയ്യും, VIനെ VRനെ കമ്പയർ ചെയ്യും. whenever the VI is greater than VR, ഈ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. VI ലെസ് ദാൻ VR ആണെങ്കിൽ കമ്പാരറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ ഓരോ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ എങ്ങോട്ടാണ് കൊടുത്തേക്കുന്നത്, ഒരു എൻകോഡറിലോട്ടാണ് കൊടുത്തേക്കുന്നത്, പ്രയോറിറ്റി എൻകോഡറിലോട്ടാണ് കൊടുത്തേക്കുന്നത്. ആ പ്രയോറിറ്റി എൻകോഡറാണ് നമുക്ക് കറസ്പോണ്ടിങ് ഡിജിറ്റൽ ഔട്ട്പുട്ടും തരുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ നമ്മുടെ VI വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാളും കൂടുതലായിട്ട് വരുമോ അപ്പോഴൊക്കെ നമ്മുടെ എൻകോഡർ കറസ്പോണ്ടിങ് ഡിജിറ്റൽ ഔട്ട്പുട്ട് തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും, ദി എക്സ്റ്റേണൽ അനലോഗ് ഇൻപുട്ട് വോൾട്ടേജ് VI. സോ അങ്ങനെയായിരിക്കും നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇതാണ് ഫ്ലാഷ് ടൈപ്പ് ADCയുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി അടുത്ത എന്താണ്, ഇൻഡയറക്റ്റ് ടൈപ്പ് ADC. ഇൻഡയറക്റ്റ് ടൈപ്പ് ADC എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും കൺവേർഷൻ നടക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, ഡ്യുവൽ സ്ലോപ്പ് ADC. ഡ്യുവൽ സ്ലോപ്പ് ADC എന്ന് പറയുന്നത് ഇറ്റ് വിൽ പ്രൊഡ്യൂസസ് ഇക്വലൻ്റ് ഡിജിറ്റൽ ഔട്ട്പുട്ട് ഫോർ എ കറസ്പോണ്ടിങ് അനലോഗ് ഇൻപുട്ട് ബൈ യൂസിങ് 2 സ്ലോപ്പ് ടെക്നിക് അല്ലെങ്കിൽ ഡ്യുവൽ സ്ലോപ്പ് ടെക്നിക്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് കാണിച്ചേക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ട്, കൺട്രോൾ ലോജിക് ഉണ്ട്, ക്ലോക്ക് സിഗ്നൽ ജനറേറ്റർ ഉണ്ട്, കൗണ്ടർ ഉണ്ട്, ഇൻറ്റഗ്രേറ്റർ ഉണ്ട്, കമ്പാരേറ്റർ ഉണ്ട്. ഇവിടെ എങ്ങനെ വർക്കിംഗ് എന്ന് പറയുന്നത് നോക്കാം. ഇവിടെ നമ്മൾ കൺട്രോൾ ലോജിക്കിൽ സ്റ്റാർട്ട് സിഗ്നൽ കൊടുക്കുകയാണ്. അങ്ങനെ അത് റിസീവ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് അതെന്താ ചെയ്യുന്നത് വെച്ചാൽ കൗണ്ടറിൽ നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂസിനെയൊക്കെ റീസെറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ എനേബിൾസ് എ ക്ലോക്ക് സിഗ്നൽ ജനറേറ്റർ ഫോർ സെൻഡിങ് ദ ക്ലോക്ക് പൾസസ് ടു ദി കൗണ്ടർ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഈ കൺട്രോൾ ലോജിക്ക് ഈ ഒരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് സിഗ്നൽ റിസീവ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ പുഷസ് ദ സ്വിച്ചസ് ടു എ എക്സ്റ്റേണൽ ഇൻപുട്ട് അനലോഗ് വോൾട്ടേജ്. നമ്മൾ ഈ സ്വിച്ചിനെ ഒരു എക്സ്റ്റേണൽ അനലോഗ് ഇൻപുട്ട് വോൾട്ടേജായിട്ട് കണക്ട് ചെയ്യും. ആ വോൾട്ടേജിനെ നമ്മൾ ഇൻറ്റഗ്രേറ്ററിലോട്ട് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഇൻറ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ടിനെ എടുത്തിട്ട് നമ്മൾ കമ്പാരറ്ററിൻ്റെ ഒരു ഇൻപുട്ടായിട്ടും കൊടുക്കും. മനസ്സിലായോ? അതായത് കൺട്രോൾ ലോജിക്ക് സ്റ്റാർട്ട് സിഗ്നൽ റിസീവ് ചെയ്യുമ്പോൾ ഈ സ്വിച്ച് എന്ത് ചെയ്യും, സ്വിച്ചിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഇൻപുട്ട് വോൾട്ടേജ് VI അപ്ലൈ ചെയ്യും.
ആ വി എ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്ററിന് ഇൻപുട്ടായിട്ട് കൊടുക്കും. ആ ഇൻറ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് കമ്പാരിസൻ്റെ ഒരു ഇൻപുട്ടായിട്ട് കൊടുക്കും. ആൻഡ് കമ്പാരിസൻ്റെ മറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ടും ആയിരിക്കും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, ഈ കമ്പാരറ്റർ ഈ രണ്ട് വാല്യൂസിനെയും ഈ രണ്ട് വോൾട്ടേജ്, ഒരെണ്ണം എന്ന് പറയുന്നത് 0 വോൾട്ടാണ്, ഗ്രൗണ്ടാണ്, മറ്റേന്ന് പറയുന്നത് എന്താണ്, വി എയും ആയിരിക്കും അല്ലേ. ആ വി എനെ 0നെ കൂടി കമ്പയർ ചെയ്തിട്ട് കിട്ടുന്ന കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ടിനെടുത്തിട്ട് എന്ത് ചെയ്യും, കൺട്രോൾ ലോജിക്കിലോട്ട് കൊടുക്കും. ആ കൺട്രോൾ ലോജിക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കൗണ്ടറിനെ ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു കൗണ്ടർ ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇറ്റ് വിൽ ബി ഇൻക്രിമെൻറ്റിങ് ബൈ 1. അങ്ങനെ ഓരോന്ന് ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് അതിൻ്റെ മാക്സിമം വാല്യൂ എത്തുന്ന വരെ അതെന്ത് ചെയ്യും, ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കും. മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അത് 0യിലോട്ട് റീസെറ്റ് ചെയ്യും. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്, അങ്ങനെ 0യിലോട്ട് റീസെറ്റായി കഴിയുമ്പോൾ ഈ കൺട്രോൾ ലോജിക്ക് പിന്നെ തിരിച്ച് സ്വിച്ചിനെ വി ആർ ശരിക്കും പറഞ്ഞൊരു നെഗറ്റീവ് റെഫറൻസ് വോൾട്ടേജാണ്, -VR ആണ് കേട്ടോ. നെഗറ്റീവ് റെഫറൻസ് വോൾട്ടേജായ -VR സ്വിച്ച് ചെയ്യും. ഈ -VR ഇൻറ്റഗ്രേറ്ററിലോട്ട് കൊടുക്കും. ഈ നെഗറ്റീവ് റെഫറൻസ് വോൾട്ടേജ് ഇൻറ്റഗ്രേറ്ററിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റഗ്രേറ്ററിലുണ്ടായിരുന്ന ഇൻബിൽഡായിട്ട് കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്ററിൻ്റെ ചാർജസിനെയൊക്കെ റിമൂവ് ചെയ്യും. ചാർജസിനെയൊക്കെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ആ 0 വോൾട്ടേജ് ആയിരിക്കും ഒരു ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് കമ്പാരറ്ററിൻ്റെ. ആൻഡ് മറ്റേ ഇൻപുട്ട് എന്ന് പറയുന്നത് ഓൾറെഡി ഗ്രൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ അതായത് കമ്പാരറ്ററിൽ ശരിക്കും ഇൻപുട്ട് എന്താണ്, രണ്ട് ഇൻപുട്ടിൽ 0 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കമ്പാരറ്ററിൽ 0 വോൾട്ട് വരുമ്പോൾ ഈ കൺട്രോൾ ലോജിക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ക്ലോക്ക് സിഗ്നൽ ജനറേറ്ററിനെ ഡിസേബിൾ ചെയ്യും. എന്നിട്ട് കൗണ്ടറിനെ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്ത് വെക്കും. അതായത് നേരത്തെ എന്താണോ ഉണ്ടായിരുന്ന വാല്യൂ അതിനെ ഹോൾഡ് ചെയ്യും. നേരത്തെ എന്തായിരുന്നു, നമ്മൾ ആദ്യം സ്റ്റാർട്ട് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് വി എ എന്നുള്ള എക്സ്റ്റേണൽ ഇൻപുട്ട് വോൾട്ടേജ് ആണ് കൗണ്ടറിലോട്ട് വന്നത് അല്ലേ. അപ്പോൾ കൗണ്ടറിൻ്റെ നേരത്തെ ഉള്ള വാല്യൂവിന് എന്ത് ചെയ്യും, അത് ഹോൾഡ് ചെയ്ത് വെക്കും. അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് നമുക്ക് കിട്ടുന്ന ആ ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കും, ഇത് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വലൻറ്റ് ടു ദിസ് BI, അതായത് എക്സ്റ്റേണൽ ഇൻപുട്ട് അനലോഗ് വോൾട്ടേജിന് തുല്യമായിരിക്കും. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് നമ്മൾ കൺട്രോൾ ലോജിക്കിന് നമ്മൾ സ്റ്റാർ സിഗ്നൽ കൊടുത്തു. സ്റ്റാർ സിഗ്നൽ കൊടുക്കുമ്പോൾ കൗണ്ടറിൽ നേരത്തെ ഉണ്ടായ വാല്യൂസിനെയൊക്കെ അത് റീസെറ്റ് ചെയ്യും, ക്ലോക്ക് സിഗ്നൽ ജനറേറ്ററിനെ എനേബിളും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഈ സ്വിച്ചിനെ എന്ത് ചെയ്യും, ആദ്യം നമ്മളൊരു VI എന്നുള്ള വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അതായത് ആ സ്വിച്ചിനെ VIലോട്ട് പുഷ് ചെയ്യും. ആ VI ആണ് നമ്മൾ ഇൻറ്റഗ്രേറ്ററിലോട്ട് കൊടുക്കുന്നത്. ഇൻറ്റഗ്രേറ്ററിൻ്റെ ഔട്ട് എടുത്തിട്ട് കമ്പാരറ്ററിലോട്ടും കൊടുക്കുന്നുണ്ട്. കമ്പാരറ്ററിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് ഈ കമ്പാരറ്റർ എന്ത് ചെയ്യും, ഈ വരുന്ന ഇൻറ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ടിനെ ഈ 0 വോൾട്ടിനെയും കൂടി കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് എന്ത് കൊടുക്കും, കൺട്രോൾ ലോജിക്കിലോട്ട് കൊടുക്കും. അപ്പോൾ ഈ കമ്പാരറ്ററിന് വരുന്ന ഔട്ട്പുട്ട് കൺട്രോൾ ലോജിക്കിൽ വരുമ്പോൾ ഈ കൺട്രോൾ ലോജിക്ക് എന്ത് ചെയ്യും, കൗണ്ടറിനെ എനേബിൾ ചെയ്യും. അതായത് കൗണ്ടറിനെ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻക്രിമെൻറ്റിങ് ബൈ 1. അങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്ത് അതിൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് വരെ അത് ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ എന്താവും, മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടർ തിരിച്ച് 0യിലോട്ട് റീസെറ്റ് ആവും. അങ്ങനെ റീസെറ്റിലാവുമ്പോഴത്തേക്കും ഈ കൺട്രോൾ ലോജിക്ക് ഈ സ്വിച്ചിനെ എന്ത് ചെയ്യും, VRലോട്ട് പുഷ് ചെയ്യും. VR എന്ന് പറയുന്നത് നെഗറ്റീവ് റെഫറൻസ് വോൾട്ടേജാണ്, -VR ആണ്. അങ്ങനെ നെഗറ്റീവ് റെഫറൻസ് വോൾട്ടേജ് ഇൻറ്റഗ്രേറ്ററിലോട്ട് കൊടുക്കുമ്പോൾ ഇൻറ്റഗ്രേറ്ററിൽ ഇൻബിൽഡായിട്ട് കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്ററിൻ്റെ ചാർജസിനൊക്കെ എന്ത് ചെയ്യും, ഇത് റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ശരിക്കും 0 വോൾട്ട് ആയിരിക്കും. ആ 0 വോൾട്ട് ആയിരിക്കും ഒരു ഇൻപുട്ടായിട്ട് കമ്പാരറ്ററിലോട്ട് പോകുന്നത്. മറ്റേ ഇൻപുട്ട് എന്ന് പറയുന്നത് ഓൾറെഡി ഗ്രൗണ്ടാണ്. അപ്പോൾ എന്താ, കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ടും 0 വോൾട്ടാണ്. അപ്പോൾ അങ്ങനെ 0 വോൾട്ട് ആകുമ്പോഴത്തേക്കും ഈ കൺട്രോൾ ലോജിക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ക്ലോക്ക് സിഗ്നൽ ജനറേറ്ററിനെ ഡിസേബിൾ ചെയ്യും. ആൻഡ് കൗണ്ടറിനെ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്ത് വെക്കും. അതായത് അത് നേരത്തെ ഉണ്ടായ വാല്യൂവിനെ റീറ്റെയിൻ ചെയ്ത് വെക്കും. ആൻഡ് നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് ഡിജിറ്റലായിരിക്കും. ആ ഡിജിറ്റൽ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും എന്തിനു തുല്യമായിരിക്കും, നേരത്തെ നമുക്ക് എന്തായിരുന്നു കിട്ടിയത്, VI ആയിരുന്നു കിട്ടിയത് അല്ലേ. എക്സ്റ്റേണൽ അനലോഗ് ഇൻപുട്ട് വോൾട്ടേജ് VI ആണ് കിട്ടിയത്. അപ്പോൾ അതിന്
തുല്യമായിട്ടായിരിക്കും നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് ഡ്യുവൽ സ്ലോപ്പ് ADC വർക്ക് ചെയ്യുന്നത്. നിങ്ങളിതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. എനിക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ആൻഡ് the dual slope ADC is used in applications where accuracy is more important while converting the analog input into its equivalent digital data. സോ ഇതിൻ്റെ വർക്കിങ്ങും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.